ദളിത് ക്രൈസ്തവ സഹോദരങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് KCBC അധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. ദളിത് ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരെ ഇതര സമൂഹങ്ങളോടൊപ്പം നിൽക്കുന്നതിന് പ്രാപ്തരാക്കുക എന്നത് സഭയുടെ ആകമാന ഉത്തരവാദിത്വവും ദൗത്യവുമാണെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അറിയിച്ചു. കൊച്ചി കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ KCBC SC/ST BC കമ്മീഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ടാലന്റ് അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദളിത് ക്രൈസ്തവരെ ഒഴിവാക്കുകയും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്യരുതെന്നും വിശ്വാസത്തെ പ്രതി പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു സമൂഹമാണ് ദളിത് ക്രൈസ്തവരെന്നും KCBC അധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. ഇതര ദളിതർക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ ക്രൈസ്തവരായതിന്റെ പേരിൽ ഇവർക്ക് നഷ്ടപ്പെടുകയാണ്. അതിനെതിരെയുള്ള പോരാട്ടങ്ങൾ നടന്നുവരികയാണെന്നും എന്നാൽ തുല്യാവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് ഇനിയും സാധിച്ചിട്ടില്ലെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ആശങ്ക രേഖപ്പെടുത്തി. ദളിത് ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരെ ഇതര സമൂഹങ്ങളോടൊപ്പം നിൽക്കുന്നതിന് പ്രാപ്തരാക്കുക എന്നത് സഭയുടെ ആകമാന ഉത്തരവാദിത്വവും ദൗത്യവുമാണെന്നും വ്യക്തമാക്കിയ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ദളിത് ക്രൈസ്തവ സഹോദരങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും ആവശ്യപ്പെട്ടു. മതപരമായ ഒരു വിവേചനമാണ് ഇവിടെ നടക്കുന്നത്. കാലാകാലങ്ങളായി നമ്മൾ ഈ വിവേചനം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് ഗവൺമെന്റിന്റെ മുൻപിൽ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ മുൻപിൽ നിവേദനങ്ങളും സമരപരിപാടികളും ഒക്കെ നടത്തി എന്ന് വരികയും ഇതുവരെയും നമുക്ക് ദളിത് സഹോദരങ്ങളുടെ പരിപൂർണമായ സമത്വത്തോടുകൂടിയുള്ള സമീപനം ലഭിച്ചിട്ടില്ല. ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിനും പ്രത്യേകിച്ച് പഠനത്തിൽ മികവ് പുലർത്തുന്നതിനും വേണ്ടിയുമാണ് KCBC SC/ST BC കമ്മീഷൻ ടാലന്റ് അക്കാദമിക്ക് നേതൃത്വം നൽകുന്നത്. കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. കമ്മീഷൻ ചെയർമാൻ മാർ ജേക്കബ് മുരിക്കൻ മുഖ്യപ്രഭാഷണം നടത്തി. കമ്മീഷൻ സെക്രട്ടറി ഫാദർ D രാജ്കുമാർ, FCC സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ആൻ ജോസ് എന്നിവരും സംസാരിച്ചു. ഷിക്കാന ന്യൂസ് ബ്യൂറോ, കൊച്ചി.